ഈ ആദർശങ്ങളൊന്നും പറയാതില്ലാതാകുമ്പോൾ പിന്നെന്താ വെച്ചാൽ ഇതൊന്നും ഖുർആൻ കൊണ്ട് സുന്നത്ത് കൊണ്ട് ഗണ്ണിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഭീഷണിയാണ്. നിങ്ങളുടെ മാനം കളയും. ഇവിടെ എന്തായിരുന്നു ഭീഷണി, അതുകൂടി കേട്ട് നിങ്ങൾ അവസാനിപ്പിക്കാം. എന്തേലും പറയാം. ഞാൻ ഇത്രയും ശക്തമായിട്ടൊന്നും ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ. കാരണം അവരുടെ മാനം കാക്കൽ അവരുടെ ബാധ്യതയല്ലെങ്കിലും പല വിസ്തം വിഭാഗത്തിന്റെയും നേതാക്കളുടെ മാനം കാക്കുന്നത് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങളിൽ പല ആളുകളെയും മാനം നിൽക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഞാൻ ഇത്രയും ശക്തമായിട്ടൊന്നും ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് കൊച്ചിയിൽ വന്ന് ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ ഹേറ്റ് ക്യാമ്പയിൻ ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുത്തണ്ടത്തിരുത്താൻ ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. ചിലപ്പോൾ ഈ ചോട്ട മൂല്യമാർക്ക് ചിലപ്പോൾ തിരിച്ചറിഞ്ഞോണമെന്നില്ല. ബഡാമൗലൈമാരോട് ചോദിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. കൊച്ചിയിൽ വന്നിട്ട് നിങ്ങൾ ഹേറ്റ് ക്യാമ്പസ് നടത്തുക. എന്താ നിങ്ങൾക്ക് കൊച്ചിയിൽ ഇത്ര പുള്ളിയോ? കൊച്ചിയിൽ വരുമ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ട് വരണോ? അങ്ങനെ ഉണ്ടോ അവിടെ? കൊച്ചിയിൽ വരുമ്പോൾ ഇവിടെ ഞങ്ങളിവിടെ മുഖാമുഖം നടത്തുന്നുണ്ട്, നിങ്ങൾ അനുവാദം കിട്ടിയിട്ട് വേണോ? അതൊക്കെ വീട്ടിൽ അവിടെ ഉള്ളവരോട് പറഞ്ഞാൽ മതി. അതൊന്ന് മുജാഹിദീങ്ങളോട് പറയണ്ട. ഖുർആൻ കൊണ്ട് സുന്നത്ത് കൊണ്ട് നേരിടാൻ കഴിയുന്ന നേരിട്ടോ. നിങ്ങളെ മാനം ഞാനത് മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ മാനം പിന്നെ ഞങ്ങളെ മാനം നിങ്ങളെ കയ്യിലല്ല, മനസ്സിലായില്ലേ? നിങ്ങളെ മാനവും നിങ്ങളെ കയ്യിലല്ല, നിങ്ങൾ മനസ്സിലാക്കിക്കോളി. നിങ്ങളെ മാനവും നിങ്ങളുടെ കയ്യിലല്ല, നിങ്ങൾ മനസ്സിലാക്കിക്കോളി. അതുകൊണ്ട് തന്നെ നമ്മളാരെ മാനം തകർക്കാൻ പണി നമ്മൾ പടച്ചോൻ്റെ മുമ്പിൽ തൗഹീദ് സ്വീകരിച്ച് എങ്ങനെയെങ്കിലും സ്വർഗത്തേക്ക് കയറിക്കൂടാനുള്ള പണിയിലാണ് നമ്മളൊക്കെ ഉള്ളത്. അല്ല നമ്മൾ ആരാൻ്റെ മാനം നോക്കി നടക്കലും ആരാൻ്റെ തൊള്ളയ്ക്ക് കൊടുക്കുന്ന പണിയൊന്നും നമുക്കില്ല. എന്നിട്ട് ഓനെ മാനം താങ്ങി ഇങ്ങനെ നടക്കണ പണിയല്ല നമുക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിൻ്റെ തൗഹീദും റസൂലുള്ളാഹിൻ്റെ സുന്നത്തും ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അത് പഠിപ്പിച്ചു കൊടുക്കുമ്പം പ്രവാചകന്മാർ പലതും കേട്ടിട്ടുണ്ട്. നിങ്ങളെ മാനം കളയും, നിങ്ങൾ അങ്ങനെയാണ്, മജ്നൂനാണ്, ജിന്നാണ്, ശൈത്താനാണ് എന്നൊക്കെ, സാഹിറാണ്, കാഹിനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ് എല്ലാം പറഞ്ഞു. പ്രവാചകന്മാരെ പറ്റി പറഞ്ഞില്ലേ, എല്ലാം പറഞ്ഞു.